നമസ്കാരം. ഡോക്ടർ സൗമ്യ സേരനാണ്. ഇന്നലെ മുതൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈറലായി അല്ലേ. ഒരു കുട്ടി, വളരെ ചെറിയൊരു കുട്ടി, എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം 15 വയസ്സിൽ താഴെയുള്ളൂ, ഒരു കൗമാരപ്രായക്കാരനായിട്ടുള്ള ഒരു പയ്യൻ. അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ പ്രധാനാധ്യാപകനാണെന്ന് തോന്നുന്നു. ഒരു ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് വളരെയധികം ഇങ്ങനെ ആക്രോശിക്കുന്ന ഒരു വീഡിയോ, അതായത് പുറത്തിറങ്ങിയാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്ന ഒരു വീഡിയോ. ഞാൻ മനസ്സിലാക്കുന്നത് ആ വീഡിയോ എടുത്തിരിക്കുന്നതും വേറൊരു അധ്യാപകനാണ്. ആ വീഡിയോയുടെ അവസാനം ഞാൻ കണ്ടത് ആ അധ്യാപകന്റെ അടുത്തേക്ക് ആ കുട്ടി ഇങ്ങനെ, അതായത് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം, റെക്കോർഡിംഗ് നിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം, അങ്ങോട്ട് അവിടെയാണ് ആ വീഡിയോ നിൽക്കുന്നത്. പക്ഷേ ഇതാരാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് എന്ന് എനിക്കറിയില്ല. പല കഥകൾ കേൾക്കുന്നു. അധ്യാപകരാണ് ഇട്ടതെന്ന് കുറച്ചു പേർ പറയുന്നു. ചിലർ പറയുന്നു ഇത് ഈ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഈ കുട്ടി തന്നെ സമൂഹ മാധ്യമത്തിൽ, നമുക്കറിയില്ല അതാരാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അതിന് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആരാണ് ഇട്ടതെന്നുള്ളതൊക്കെ പുറത്തു വരുമായിരിക്കും. പക്ഷേ എന്താണെങ്കിലും ഇതില് നമുക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്, എനിക്കറിയാം. ഇത് പുറത്തു വന്നപ്പോൾ തന്നെ അതിന്റെ താഴെ വന്ന അഭിപ്രായങ്ങൾ ഞാൻ ധാരാളം വായിച്ചു. എന്തായാലും ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ കുട്ടി ചെയ്തത്. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഇടുക, അല്ലെങ്കിൽ അവിടെ ഒരു ചർച്ചയാക്കുക എന്നുള്ളത് കൊണ്ട് ആർക്കെന്ത് ഗുണമാണുള്ളത് അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയ ഫിംഗർ പ്രിന്റ്സ് എന്ന് പറയും. അതായത് ഇത് ഒരു കാരണത്തിലും ഒരു കാലത്തും ഇതൊന്നും എവിടുന്നും മാഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ അവിടെ കിടക്കും അല്ലെ. ഇതിങ്ങനെ ലക്ഷോപലക്ഷം ആളുകളിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഈ ഒരു കുട്ടി ഒരു സ്കൂളിൽ അല്ലെങ്കിൽ വീട്ടിലൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയെ നമുക്ക് നേരായ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അച്ഛനമ്മമാരുടെയും അല്ലെങ്കിൽ സമൂഹത്തിന്റെയും അധ്യാപകരുടെയും ഒക്കെ ഉത്തരവാദിത്തം. നാളെ ആ കുട്ടി ആ പാതയിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ ഇതിനുള്ള ഒരു മാർഗമാണോ? ഒരിക്കലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ചിട്ട് ഒരു നല്ല സന്ദേശവും സമൂഹത്തിന് കൊടുക്കുന്നില്ല. അതിന് പകരം പലരും ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ധാരാളം സാധ്യതകൾ ഉണ്ട് താനും. ഒന്നാമത്തെ, ആളുകൾ പലരും പറയുന്നത് കണ്ടു, ഇത് അധ്യാപകർക്ക് അടിക്കാനും ശിക്ഷിക്കാനും ഒക്കെയുള്ള, അതായത് ശാരീരികമായിട്ട് ശിക്ഷിക്കാനുള്ള ആ ഒരു ഫ്രീഡം ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ് ഇവനെയൊക്കെ നല്ല അടിച്ച് ശരിയാക്കണം എന്നൊക്കെ. അതൊക്കെയാണോ അതിനുള്ള വഴി? ശാരീരികമായിട്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതാണോ? നമ്മൾ എത്രയോ വേറെ വാർത്തകൾ കേൾക്കുന്നു അല്ലെ. പല അധ്യാപകരും കുട്ടികളെ വളരെ ക്രൂരമായിട്ട് തല്ലിയിട്ടും പിച്ചിയിട്ടും പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള എത്ര സംഭവങ്ങൾ നമ്മൾ ഇതേ മാധ്യമങ്ങളിൽ കൂടെ തന്നെ കേൾക്കുന്നു. അപ്പൊ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കാനുള്ള മാർഗമാണോ അടിക്കലും ശിക്ഷിക്കലും ഒക്കെ? അല്ല. അതൊക്കെ നമ്മൾ കുറെ കാലം മുമ്പേ ചെയ്തിരുന്ന ചില പ്രാകൃതമായ നടപടികളാണ്. അതുകൊണ്ടൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് കുട്ടികളെ നേർവഴിക്ക് നയിക്കാനും അല്ലെങ്കിൽ അവരെ നന്നാക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ അതൊന്നുമല്ല അതിനുള്ള വഴികള്. അപ്പൊ ഇങ്ങനെയൊരു സംഭവം ഒരു സ്കൂളിൽ ഉണ്ടാവുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ട, അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട എത്രയോ ആളുകളുണ്ട്. PTA അല്ലെങ്കിൽ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ടീച്ചേഴ്സിന്റെ കൂട്ടായ്മയുണ്ട്, പ്രധാനാധ്യാപകനുണ്ട്, ഇവരുടെ രക്ഷിതാക്കളുണ്ട്. അപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ട വേദികൾ ഉണ്ടായിട്ടും ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്ന് പറയുന്നത്, അതാരിട്ടാലും അത് ശരിയായിട്ടുള്ളൊരു നടപടി ആയില്ല. അത് ആ കുഞ്ഞിന് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മളെല്ലാവരും ഇപ്പൊ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആ കുട്ടിയാണ് അല്ലെ. നമ്മളെല്ലാവരും അവനെ പല രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡെഫിനറ്റ്ലി. പക്ഷേ ഇതിനൊരു മറുവശം കൂടി ഉണ്ടായിരിക്കുമല്ലോ. ഏതൊരു കാര്യത്തിനും 2 വശങ്ങൾ ഉണ്ടായിരിക്കും. 2 വശങ്ങളും നമ്മൾ കേൾക്കണം അല്ലെ. ഈ കുട്ടി പറയുന്നുണ്ട് എനിക്കുണ്ടായ മെന്റൽ ടോർച്ചർ എന്നൊക്കെ അതിന്റെ ഇടയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ മൊബൈൽ വാങ്ങി വെച്ചു. അപ്പൊ എന്താണ് ഇതിന്റെ പുറകിൽ നടന്ന ഒരു പുറം ഭാഗത്ത് നടന്ന കാര്യങ്ങൾ ഇതിലേക്ക് നയിച്ച്, അതായത് ഒരു കുട്ടി ഇങ്ങനൊരു കുഞ്ഞിക്കുട്ടി ഈ രീതിയിൽ ഒരു കൊലവിളിയൊക്കെ നടത്തണം അല്ലെങ്കിൽ ഇത്തരത്തിൽ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പല 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 ഫാക്ടേഴ്സ്, ചിലപ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായോ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായോ, ഈ കുട്ടി വേറെ ഏതെങ്കിലും രീതിയിലുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് അടിമപ്പെട്ട, എന്തെങ്കിലും ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട കുട്ടിയാണോ, ഇങ്ങനെ പല 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 ഫാക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അതായത് ആ കുഞ്ഞിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് കൈ കഴുകാൻ സാധിക്കില്ല. എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്തു എന്നതിലേക്ക് നയിച്ച പല കാര്യങ്ങളും നമ്മൾ സമാധാനപരമായിട്ടിരുന്ന് അനലൈസ് ചെയ്യണം. അതിനെ എല്ലാത്തിനെയും കറക്റ്റ് ചെയ്താൽ മാത്രമേ നാളെ ഇതേ സ്കൂളിൽ വേറൊരു കുട്ടി ഇതേ രീതിയിൽ പെരുമാറാതിരിക്കൂ. അതിന്റെ വഴി സോഷ്യൽ മീഡിയയിൽ ഇതിട്ട് വൈറലാക്കലോ, ഈ കുട്ടിയെ എല്ലാവരെ കൊണ്ടും കല്ലെറിയിപ്പിക്കലോ, ആ കുഞ്ഞ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കുട്ടി
നമ്മുടെ നാട്ടിൽ അത് നമ്മൾ കാണുന്നില്ലേ? സോഷ്യൽ മീഡിയ അറ്റാക്ക് സഹിക്കാൻ വയ്യാതെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ആളുകൾ പറയുന്നത് കാണുകയും കേൾക്കുകയും ഈ കുട്ടി ചെയ്യുന്നുണ്ടാവുമല്ലോ, ഡെഫിനറ്റ്ലി. അപ്പോൾ അത് സഹിക്കാൻ വയ്യാതെ ആ കുട്ടി എന്തെങ്കിലും കടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരാണ് ഉത്തരം പറയുക? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആ കുഞ്ഞിനെ ഇത് കണ്ട് ചീത്ത പറഞ്ഞവര് അതിന് ഉത്തരം പറയുമോ? ഇല്ല. അപ്പൊ അതിനൊക്കെയുള്ള സാധ്യത മുന്നിലുണ്ട്. ഇതൊരു ചെറിയ കുട്ടിയാണ്, അതിന് നമ്മുടെ അത്രയൊന്നും പക്വതയില്ല. അപ്പോൾ ആ കുട്ടിയുടെ മെന്റൽ സ്റ്റെബിലിറ്റി ഒട്ടും ശരിയല്ല എന്നുള്ളത് ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നാളെ ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് താങ്ങാൻ പറ്റാതെ, അല്ലെങ്കിൽ ആളുകളുടെ കുറ്റപ്പെടുത്തലുകൾ താങ്ങാൻ പറ്റാതെ ആ കുട്ടി എന്തെങ്കിലും ചെയ്തു പോയാലോ? അതിന് അത്ര പ്രായമല്ലേ ഉള്ളൂ, ചെറിയ കുട്ടിയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അല്ല അതിനുള്ള മാർഗങ്ങൾ. ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് നേർവഴിക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകൾ തന്നെ വിചാരിക്കണം. അതിന് അധ്യാപകർ വിചാരിക്കണം, രക്ഷിതാക്കൾ വിചാരിക്കണം, PTA വിചാരിക്കണം, സമൂഹം വിചാരിക്കണം, അല്ലെ? അപ്പോ അതെ, ഇപ്പൊ മനോജ് പറയുന്ന പോലെ ആ കുട്ടി ചെയ്തത് തെറ്റാണ്, പക്ഷെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധം വീഡിയോ പോസ്റ്റ് ചെയ്തതായിരുന്നു. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ കുട്ടി ചെയ്തത് ശരിയെന്ന് ആരും പറയില്ല, അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ നമ്മൾ ഡീല് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ മക്കള്, നമ്മുടെ മകനോ മകളോ നമ്മുടെ വീട്ടിൽ ഇത്തരത്തിൽ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്ക് എന്താ വധശിക്ഷ കൊടുക്കുമോ? അതിനെ ഷൂട്ട് അറ്റ് സൈറ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. നമ്മുടെ മക്കൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്നത് എന്താന്നുള്ളതല്ല, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതും നമ്മുടെ മക്കളെ പോലെ ഏതോ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടി തന്നെയല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ആ കുഞ്ഞ് അങ്ങനെ പെരുമാറി എന്നുള്ളതിലേക്കുള്ള അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എടുക്കണം. ആ കുട്ടിക്ക് അത്രത്തോളം മെന്റൽ ടോർച്ചർ എന്ന് ആ കുട്ടി പറയുന്നുണ്ടെങ്കിൽ എന്ത് മെന്റൽ ടോർച്ചറാണ് ആ കുട്ടിക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്നത്? അതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഈ പറയുന്ന പോലെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ കുട്ടി നേരിടുന്നുണ്ടോ? എന്തെങ്കിലും ലഹരി മരുന്നുകൾക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആ കുട്ടി അടിമപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിതിൽ ചിന്തിക്കാനുണ്ട്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആ കുട്ടിയെ ഒരു എന്താ പറയുക സമൂഹ വിചാരണയ്ക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിനോ വിചാരണയ്ക്കോ വിധേയമാക്കാൻ തക്കവണ്ണം ഉള്ള പ്രായോ പക്വതയൊന്നും ആ കുട്ടിക്ക് ഇല്ല. നമ്മൾ വലിയ ആളുകളെ വിധേയരാക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിന് വിധേയരാവുന്നുണ്ട്. പക്ഷെ നമുക്കിതൊക്കെ ശീലമുണ്ട്, നമുക്കതിനുള്ള പക്വതയുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടിക്ക് ഇതൊന്നും ഡീൽ ചെയ്യാനുള്ള പക്വതയില്ല, ആ കുട്ടിയുടെ വീട്ടുകാർക്കും ഉണ്ടാവില്ല. നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അപ്പോ ഇതൊന്നുമല്ല അതിനുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഇതിനെ എങ്ങനെ ഡീല് ചെയ്യണം എന്നുള്ളത് കുറേ പേർ ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ആ സ്കൂളിലെ അധ്യാപകർ, ആ സ്കൂളിലെ ബാക്കിയുള്ള പാരന്റ്സ്, ടീച്ചേഴ്സ്, അവരുടെ അസോസിയേഷൻ എല്ലാവരും ഇരുന്ന് കുറച്ചുകൂടി അനുഭാവപൂർവ്വം, സഹതാപപൂർവ്വം, സഹാനുഭാവത്തോടു കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ യെസ്, അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം. ആക്ച്വലി ഇന്ന് മാതൃഭൂമി ചാനലിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മാതൃഭൂമി ചാനലിലെ ചർച്ചയിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും എതിരഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് അഭിപ്രായങ്ങൾ താഴെ ഇട്ട് കഴിഞ്ഞാൽ അതെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ശരിയായില്ല, അതെല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. കറക്റ്റ്. അപ്പൊ ഇതൊന്നും അല്ലാന്ന് ഇങ്ങനെ കുഞ്ഞു കുട്ടികളെ സോഷ്യൽ മീഡിയ വിചാരണയ്ക്കൊന്നും നമ്മൾ ഒരിക്കലും വിധേയരാക്കരുത്. ഞാൻ ജസ്റ്റ് ആക്ച്വലി ഞാനിപ്പോ പ്രത്യാശിക്കുകയാണ് ആ കുട്ടിയെ എല്ലാവരും, ഇന്നിപ്പോ ആ കുട്ടി മാപ്പ് പറഞ്ഞു എന്നൊക്കെയാ പറയുന്നത്, ആ കുട്ടിയെ എല്ലാവരും ഒന്ന് ചേർത്ത് നിർത്തുക വേണ്ടത്. എന്താ മോനെ ഇങ്ങനെ ആയത്, എന്താണ് നിന്റെ പ്രശ്നം എന്നൊന്ന് ചിലപ്പോൾ ഒന്ന് ഇരുന്ന് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ആ കുട്ടിയോടുള്ള ഒരു സ്നേഹത്തോടു കൂടി ശാന്തമായിട്ടൊന്ന് ഇരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യും. എന്താണ് ആ കുഞ്ഞിന്റെ പ്രശ്നം എന്നുള്ളത്, എന്താടാ നിന്റെ പ്രശ്നം എന്നൊന്ന് എന്താ പറയുക, ആ കുട്ടിയോട് സംസാരിക്കാനുള്ള ഒരു ഇതുള്ള ചിലപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഒരാളൊന്ന് ഇരുന്ന് അതിനോടൊന്ന് മനസ്സ് തുറക്കാൻ അതിനൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ, അതിനൊന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ പാവത്തിനെ നമുക്ക് നേർവഴിക്ക് നയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പകരം നമ്മൾ ഇത്തരത്തിൽ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത്, കല്ലെറിയരുത്. ഈ പ്രായമൊക്കെ കടന്നിട്ടല്ലേ നമ്മളും വന്നത്. അപ്പോൾ പറ്റാം, ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ നമ്മുടെ മക്കൾക്ക് പറ്റാന്നേ. അപ്പം അത് നമ്മുടെ മകനോ മകളോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കില്ലേ? അത് പറഞ്ഞ പോലെ തന്നെ ക്ഷമിച്ച് അവന്റെ പ്രശ്നം എന്താണെന്നൊന്ന് മനസ്സിലാക്കി അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. യെസ്, അതെ, ആ കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, ഡെഫിനറ്റ്ലി. പിന്നെന്താ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവനോട് സംസാരിക്കാനും അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കൗൺസിലിങ്ങിന് ആവശ്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി കൊണ്ടുപോകണം. അതൊക്കെ തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നേരിടേണ്ടത് ഇപ്പൊ നേരിട്ട രീതിയിലല്ല. അത് ഡെഫിനറ്റ്ലി എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ?
കുടുംബത്തിൽ നിന്നാണ് കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുന്നത്. അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ അച്ഛനമ്മമാരെ കുറ്റം പറയാൻ പറ്റുമോ? ഇന്ന് കുടുംബം എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഇന്റർനെറ്റ്, അങ്ങനെ അവർക്ക് കിട്ടുന്ന പല പല സംഗതികളെ, എന്തൊക്കെ കാര്യങ്ങൾ ഒരു കുട്ടിയുടെ ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്. അച്ഛനമ്മമാരെ മാത്രം കുറ്റം പറഞ്ഞ്, കുടുംബത്തിനെ മാത്രം കുറ്റം പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിൽ ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്. അതെ, യെസ്, എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും അപ്പൊ എനിക്ക് മനസ്സിലായത്, ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവര് അധ്യാപകരായാലും ആരായാലും സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്തത് ശരിയായില്ല. സോഷ്യൽ മീഡിയ അല്ല ഇതൊന്നും പരിഹരിക്കാനുള്ള മാർഗങ്ങൾ. ആ കുഞ്ഞിന് കാര്യമായ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുക്കുക. ഈ പ്രശ്നത്തിന്റെ ഈ അവസാനം ഇത്രയും വലിയൊരു വയലന്റ് റിയാക്ഷനിലേക്ക് ആ കുഞ്ഞിനെ എത്തിച്ച ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന സംഭവ വികാസങ്ങൾ മനസ്സിലാക്കാൻ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാവണം. രണ്ട് ഭാഗവും കേൾക്കുക, തിരുത്തേണ്ടത് എല്ലാം തിരുത്തുക. ഇനി അധ്യാപകരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതും തിരുത്തപ്പെടണം, ആ കുഞ്ഞും തിരുത്തപ്പെടണം. അല്ലാതെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നാളെ പശ്ചാത്തപിക്കേണ്ടി വരും. ആ കുഞ്ഞിന് മനസമാധാനം കൊടുക്കാൻ പറ്റണം. നമുക്ക് അവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ ദയവ് ചെയ്തിട്ട് ഇനി ആ കുഞ്ഞിനെ കല്ലെറിയാതിരിക്കുക കേട്ടോ. യെസ്, അപ്പൊ ഇത്രേ പറയാനുള്ളൂ. അപ്പൊ എല്ലാവരെയും ഞാൻ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. നാളെ മുതൽ കോഴിക്കോടുണ്ട്. 23, 24, 25, 26 4 ദിവസങ്ങൾ കോഴിക്കോട് ഉണ്ടായിരിക്കും. കോഴിക്കോട് ബീച്ച് പരിസരത്ത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അവിടെ എന്റെ സെഷൻസ് ഉണ്ട്. 24-ാം തീയതി, 26-ാം തീയതി ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരുമായിട്ട് സംസാരിക്കാം, നമുക്കൊന്ന് പരിചയപ്പെടാം. കോഴിക്കോടുള്ള അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ആളുകളൊക്കെ വരിക. KLF നല്ല അടിപൊളി പരിപാടിയാണ്. നല്ല നല്ല ഡിസ്കഷൻസ്, നല്ല സെഷൻസ്, എത്രയോ വലിയ വലിയ ആളുകൾ വരുന്ന, ഞാനൊക്കെ കുഞ്ഞു ആൾക്കാരാട്ടോ, പക്ഷെ എനിക്ക് കാണാൻ ആഗ്രഹമുള്ള കുറേ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് പറ്റിയാൽ കാണാം. ഇന്ന് നൈറ്റ് ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്യും. നാളെ ഏർലി മോർണിംഗ് കോഴിക്കോട് എത്തും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ്. നമുക്കിനി അടുത്ത 4 ദിവസം കോഴിക്കോട് വെച്ച് കാണാം. ബൈ.